പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിനെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വഴിയുടെ നിന്ന് 3 നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപരം മാതാവേ, എന്റെ പ്രാർത്ഥന കേട്ടതിനും അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു. കരുണയുള്ള അമ്മേ, ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇതാ അമ്മയെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ ഭവനത്തെ സംരക്ഷിച്ചുകൊണ്ട് അമ്മ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മയുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സങ്കടവും നിരാശയും ഞങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ആന്തരിക ശക്തിയും ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ മാതാവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാനും ഊർജത്തോടും വിശ്വാസത്തോടും ചൈതന്യത്തോടും കൂടി മറ്റുള്ളവരെ സേവിക്കുവാനും ഞങ്ങളുടെ ശരീരങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ പരിപാലിക്കണമേ. ഓ പ്രിയപ്പെട്ട അമ്മി, നിഷേധാത്മക ചിന്തകൾ നീക്കി ജ്ഞാനവും വിവേകവും കൊണ്ട് നിറയ്ക്കണമേ. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണമേ.
അങ്ങനെ ഞങ്ങൾക്ക് ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്തുവാനും വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനും കഴിയട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ അപേക്ഷിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് ചുറ്റും കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. ആവശ്യത്തിലോ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴോ നിസ്സഹായരായ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾ എല്ലാവരെയും ആശ്ലേഷിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും രോഗശാന്തിയും പ്രത്യാശയും നൽകണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഞാൻ എൻ്റെ ജീവിതവും അഭിലാഷങ്ങളും ഒരിക്കൽ കൂടി അമ്മയെ സമർപ്പിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങേ കൃപയാൽ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ. ഞങ്ങൾ എടുക്കുന്ന ഓരോ ചുവടിലും ഞങ്ങളെ അനുഗമിക്കണമേ. ഞങ്ങളെല്ലാവരും ദൈവഹിത പ്രകാരം ജീവിക്കുകയും അങ്ങനെ നിത്യമായ സന്തോഷം നേടുകയും ചെയ്യട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന ഞാൻ തുടരുന്നു. എന്റെ പരിധികൾക്കപ്പുറത്തേക്ക് നോക്കുവാനും മാനുഷികമാക്കാൻ അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടക്കുവാൻ എന്നെ സഹായിക്കണമേ. വാഴ്ത്തപ്പെട്ട അമ്മേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ ദൈവിക സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, ലോകാരൂപിയിൽ നിന്നും, മരണത്തിൽ നിന്നും, പെട്ടെന്നുള്ള ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. അമ്മേ മാതാവേ, സാന്നിധ്യത്താലും സംരക്ഷണത്താലും ഞങ്ങളെ പൊതിയണമേ. കരുണയുടെ അമ്മേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും സഹായിക്കണമേ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും ക്രിസ്തീയ സ്നേഹത്തിന്റെ ജീവനുള്ള മാതൃകയാകുവാനും അമ്മയുടെ പഠിപ്പിക്കലുകളോട് വിശ്വസ്ത പുലർത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.